ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം പരസ്പര സഹകരണം തന്നെ. യജ്ഞം. യജ്ഞദാനതപകർമ്മ നത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ കൈവെടിയരുത്. അവ ചെയ്യുക തന്നെ വേണം. അവ വിവേകികൾക്ക് മനഃശുദ്ധി പ്രദാനം ചെയ്യുന്നു. പ്രിയരെ, ഒരു കർമ്മവും ചെയ്യാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. കർമ്മരാഹിത്യം എന്നത് മരണമാണ്. നാം വെറുതെയിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്രയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സന്യാസിമാർ കർമ്മരഹിതരാകണമെന്ന് ഗീതയിൽ ഒരിടത്തും പറയുന്നില്ല. ബന്ധനത്തിന് കാരണമായേക്കാവുന്ന കർമ്മങ്ങൾ സന്യാസിമാർ ചെയ്യാൻ പാടില്ല. ഔഷധം സേവിക്കുന്ന ഒരാളോട് ചില പ്രത്യേകതരം ആഹാരപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം ആഹാരമൊന്നും കഴിക്കരുത് എന്നല്ല എന്നതുപോലെ മനുഷ്യജീവിതത്തിന് ആത്യന്തിക ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണെങ്കിലും അത് കൈവരിക്കുന്നതിനാവശ്യമായ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഗീത പറയുന്നു. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഇതിനുള്ള ചവിട്ടുപടികളാണ്. ബ്രാഹ്മണർ ചേർന്ന് ചെയ്യുന്ന വൈദിക കർമ്മങ്ങൾ എന്ന സങ്കുചിതമായ അർത്ഥമല്ല യജ്ഞം എന്നതുകൊണ്ട് ഗീതയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജ്ഞാനികളും ത്യാഗികളുമായ ആളുകൾ ലോകനന്മയ്ക്കായി ചെയ്യുന്ന കൂട്ടായ പരിശ്രമം എന്നാണ് യജ്ഞത്തിന്റെ അർത്ഥം. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രകൃതിധർമ്മങ്ങൾക്കും ലോകനന്മയ്ക്കും അനുസൃതമായിരിക്കണം. പ്രകൃതിയിൽ എല്ലാ വസ്തുക്കളും ഒന്ന് മറ്റൊന്നിൽ ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഈ പരസ്പര സഹകരണം തന്നെയാണ് യഥാർത്ഥ യജ്ഞം. സ്നേഹപൂർവ്വം, ഇഞ്ചൻ, കയനാടത്ത്.